വചനം മാംസം ധരിച്ചു, യാഹ്വേ എന്നു പേർ വിളിച്ചു. യാഹ്വേ തൻ വചനം മാംസം ധരിച്ചു, യാഹ്വേ എന്നു പേർ വിളിച്ചു. യേശുവിൻ തിരുവചനം എന്റെ ചങ്കിലെഴുതാൻ, വിശുദ്ധ കുർബാനയാൽ ശക്തി പ്രാപിക്കാം. യേശുവിൻ തിരുവചനം എന്റെ ചങ്കിലെഴുതാൻ, വിശുദ്ധ കുർബാനയാൽ ശക്തി പ്രാപിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു ജ്വാലയാ സ്നേഹജ്വാലയാ എരിയാ, കത്തി 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 പടരാ, എരിയാ കത്തി 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 പടരാ. യേശുവെന്ന തിരുനാമം ലോകമെങ്ങുമേകാം, അവനിലൂടെ മാത്രം രക്ഷയെന്നു ചൊല്ലിടാം. യേശുവെന്ന തിരുനാമം ലോകമെങ്ങുമേകാം, അവനിലൂടെ മാത്രം രക്ഷയെന്നു ചൊല്ലിടാം. പരിശുദ്ധ റൂഹാതൻ നിറവിൽ പറഞ്ഞിടാം, വരുവിൻ വരുവിൻ കൈകൾ കോർത്തു നീങ്ങിടാം. പരിശുദ്ധ റൂഹാതൻ നിറവിൽ പറഞ്ഞിടാം, വരുവിൻ വരുവിൻ കൈകൾ കോർത്തു നീങ്ങിടാം. ഉണരാം ഉണരാം ആർത്തുപാടാം, ഉണരാം ഉണരാം പ്രശോഭിച്ചിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നിടാം, കൂട്ടായ്മയിൽ നാം മുന്നേറിടാം. ലോകമാ വയലതിൽ നിറനിറയായി നീങ്ങിടാം, ലോകമാ വയലതിൽ നിറനിറയായി നീങ്ങിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു ജ്വാലയാ സ്നേഹജ്വാലയാ എരിയാ, കത്തി 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 പടരാ, എരിയാ കത്തി 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 പടരാ, എരിയാ കത്തി 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 പടരാ. ജ്വാല 2K24 ഗ്രാൻഡ് കോൺഫറൻസ്. വലിയ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഇത് കട്ടപ്പന സോണിൻ്റെ ഗ്രാൻഡ് കോൺഫറൻസ്. ഇത് ഔദ്യോഗികമായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രകാശത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. പ്രകാശമായ അവിടുത്തെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ലോകത്തിൻ്റെ ഇരുട്ട്, തിന്മകളുടെ കാഠിന്യം, അനീതിയുടെ എല്ലാ തരത്തിലുമുള്ള കരാളഹസ്തങ്ങൾ മിശിഹായെ കുരിശിലേറ്റുന്നത് നമ്മൾ ഈ കഴിഞ്ഞ വലിയ ആഴ്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ധ്യാനിച്ചതാണ്. അങ്ങനെ ഒരു കല്ലറയുടെ ഇരുട്ടിലേക്ക് കർത്താവിനെ തള്ളിവിട്ട ഒരു ലോകം 3 ദിവസങ്ങൾക്ക് ശേഷം പ്രകാശത്തിൻ്റെ ഉത്സവം കണ്ടു. ഒരിക്കലും പ്രകാശത്തെ തളച്ചിടാനായിട്ട് പറ്റുകയില്ല എന്ന സത്യം ഉത്ഥാനത്തിൻ്റെ വലിയ സന്ദേശമാണ്. പ്രകാശത്തെ ഒന്നിനും തളച്ചിടാനായിട്ട് പറ്റുകയില്ല. ഉത്ഥിതൻ പ്രകാശത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലൂടെയൊക്കെ നമ്മെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ മിശിഹായുടെ പ്രകാശം ഏറ്റെടുക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത് എന്ന സത്യമാണ് നമ്മോട് പറയുന്നത്.
മിശിഹായുടെ പ്രകാശം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയണം. വിശ്വാസം ഒരു കാഴ്ചയാണ്, വെളിച്ചമാണ്. വിശ്വാസത്തെ കാഴ്ചയായിട്ട് തന്നെയാണ് വചനം അവതരിപ്പിക്കുന്നത്. മനോഹരമായ ചാക്രിക ലേഖനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്, ലൂമൻ ഫിദൈ. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതുന്ന ഒന്നാമത്തെ ചാക്രിക ലേഖനമാണിത്. ബെനഡിക്റ്റ് പാപ്പായോട് ചേർന്നു തന്നെ എഴുതി പൂർത്തിയാക്കിയ ആ ചാക്രിക ലേഖനത്തിന്റെ അർത്ഥവും അന്തസ്സത്തെയും അതുതന്നെയാണ്. ലൂമൻ ഫിദൈ, വിശ്വാസത്തിന്റെ വെളിച്ചം. വിശ്വാസത്തിന്റെ വെളിച്ചമെന്ന ആ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു, വിശ്വാസം ഒരു കാഴ്ചയാണ്. അബ്രാഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അബ്രാഹത്തിന്റെ വിശ്വാസം ഓരോ ചുവടും വെക്കാനുള്ള കാഴ്ച അദ്ദേഹത്തിന് കൊടുത്തു എന്ന സത്യം. ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചമാണ് കിട്ടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇരുൾ പരക്കാൻ ഇടയുണ്ട് എപ്പോഴും. കാരണം ഈ ലോകത്തില് തിന്മയുടെ ഇരുട്ട് സമൃദ്ധമായിട്ടുണ്ട്. തിന്മ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പടരുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാത്തവരെ പോലെ ജീവിക്കുവാനുള്ള വിളിയാണ് ക്രിസ്തു ശിഷ്യർക്കുള്ളത്. അതുകൊണ്ട് തിന്മയുടെ ഇരുൾ പടലങ്ങൾ നമ്മുടെ ചുറ്റും വ്യാപിക്കുമ്പോഴും അതിനപ്പുറത്ത് പ്രകാശത്തിൻ്റെ ചുവടുകൾ വയ്ക്കുവാനുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിട്ടുള്ളത് എന്നത് സത്യമാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള ആ എമ്മാവൂസ് എപ്പിസോഡ് വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മോട് പങ്കുവയ്ക്കും. ഈശോയുടെ കൂടെയായിരുന്ന ശിഷ്യന്മാരിൽ 2 പേർ ജെറൂസലേം വിട്ട് എമ്മാവൂസിലേക്ക് നടന്നു നീങ്ങുന്നത് നമ്മൾ കാണും. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ അവർ വലിയ സങ്കടത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, ജീവിതത്തിൽ ഇരുൾ പരന്ന ഒരു മാനസികാവസ്ഥയോടുകൂടി ജെറൂസലേം എന്ന പ്രകാശത്തിന്റെ വേദി വിട്ട് ഒരു പരിധിവരെ സ്വാർത്ഥതയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നകലുകയാണ്. അങ്ങനെ നടന്നകലുന്ന അവരുടെ ജീവിതത്തിൽ തർക്കങ്ങളും സങ്കടങ്ങളും നിരാശയും കുറ്റബോധവും അസ്വസ്ഥതകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടും ഒക്കെയാണ് കടന്നു പോകുന്നതെന്ന് സുവിശേഷം നമ്മോട് പറയും. അങ്ങനെ തർക്കിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടും കടന്നു പോകുന്ന ക്ലെയോപാസും കൂട്ടുകാരനും സമകാലിക ലോകത്തിന്റെ ഒരു പരിച്ഛേദം കൂടിയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്നിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള അവിശ്വാസത്തിന്റെ നിഴൽ പരക്കുമ്പോൾ ഒരുപിടി സംശയങ്ങൾ നമ്മെ പിടികൂടുന്നു. പലതരത്തിലുമുള്ള നിരാശയും കുറ്റബോധവും അസ്വസ്ഥതയും ഭാരങ്ങളും നമ്മളെ വേട്ടയാടാൻ ഇടയുണ്ട്. അവിടെയൊക്കെ കർത്താവ് എവിടെ എന്ന ചോദ്യം ഉയരും. കർത്താവ് എവിടെ? നമുക്ക് വിശ്വാസമുള്ളവരാണ്. ഇവിടെയുള്ളവരെല്ലാം തന്നെ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില നിർണായക സമയങ്ങളിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുമ്പോൾ ഇരുൾ പരക്കുന്ന അനുഭവം, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, എങ്ങോട്ട് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ, ആര് നമ്മുടെ കൂടെ എന്നുള്ള ചോദ്യം, ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചിട്ടും വിശ്വസിച്ചവൻ അവനെവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം, ഇത് വലിയൊരു ചോദ്യമാണ്. നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ചോദ്യമാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള മരുഭൂമിയുടെ ഊഷരമായ അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കൂ, ഇന്നലകൾ ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ. മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കൂടി ചിലപ്പോൾ നമ്മൾ കടന്നു പോകും. എന്താണ് മരുഭൂമി? വിശുദ്ധ വേദപുസ്തകത്തിൽ മരുഭൂമി കേവലം ഒരു മരുപ്രദേശം മാത്രമെന്ന അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അതൊരു ഭൗതിക സാഹചര്യം എന്ന നിലയിൽ ഉണ്ട്. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ 40 വർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു എന്ന് തിരുവചനം പറയും. അപ്പൊ ഈ മരുഭൂമി എന്ന് പറയുന്നത് അവർ കേവലം യാത്ര ചെയ്ത മഴയില്ലാത്ത, പച്ചപ്പില്ലാത്ത മരുഭൂമി എന്നുള്ള ആ ഒരു പ്രദേശം എന്നതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങളാണ്. ഈ മരുഭൂമി അനുഭവങ്ങളിൽ കർത്താവ് അവരെ നയിച്ചു ഒരു മോശയുടെ സാരഥ്യത്തിൽ. അങ്ങനെ നയിക്കപ്പെട്ട ഒരു ജനത, അത് ദൈവത്തിന്റെ ജനമാണ്. പുതിയ ദൈവജനമായ, പുതിയ ഇസ്രായേലായ തിരുസഭയുടെ മക്കൾ നമ്മളും സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സ്വാഭാവികം. അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഊഷരമായ അനുഭവങ്ങളിൽ, പൊള്ളിക്കുന്ന അനുഭവങ്ങളിൽ, എൻ്റെ ജീവിതത്തിന്റെ ഊഷരമായ അനുഭവങ്ങളിൽ, പൊള്ളിക്കുന്ന അനുഭവങ്ങളിൽ ദൈവം എവിടെ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. നമ്മളൊക്കെ പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ വലിയ ശണ്ടകൾ കൂടും നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതങ്ങളിൽ. അത് കുടുംബത്തിലാവാം, തൊഴിലിടങ്ങളിലാവാം, നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ ആവാം. കാരണം പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിയമാവർത്തന പുസ്തകം 32:10 വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗമാണ്. ഇങ്ങനെയാണത്: മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു എന്ന വലിയ സത്യം. മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി,
വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു. എൻ്റെ ദൈവം എവിടെ എൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരം മുമ്പന്നത്തേക്കാൾ കൂടുതൽ, എന്നോട് കൂടുതൽ അടുത്താണ് കർത്താവിന്റെ സാന്നിധ്യം എന്ന സത്യമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. എക്കാലത്തെയും കൂടുതൽ അടുത്തായിരിക്കും നമ്മുടെ സഹനങ്ങളുടെ സങ്കീർണമായ നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം എന്നത് സത്യമാണ്. തിരുവചനം നൽകുന്ന സത്യമാണത്. ബൈബിൾ എന്നും പഠിപ്പിക്കുന്ന സത്യമാണെന്ന് ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ശാലോമിന്റെ ഒരു നൈറ്റ് വിജിലിനൊരു ടോക്ക് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവിടെ വെച്ച അവിടെ ഒരു സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് ഇതുപോലെ ഈ വചനം തന്നെ പങ്കുവെച്ചു. അതെല്ലാം കഴിഞ്ഞ് കുറേയേറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കൽ ഞാൻ കട്ടപ്പന അടുത്തുള്ള ഒരു പള്ളിയിൽ വന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്നോട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണ് അവധിക്കാലത്ത്, എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളാണ്. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് അച്ഛനാണ്, ബിഷപ്പായിട്ടില്ല, അച്ഛനോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വ്യക്തിപരമായിട്ട് അറിയത്തില്ല, ആരാണ്? അപ്പോൾ ഗൾഫിലാണ്, ഞാൻ തിരിച്ച് ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചരിത്രമുണ്ട്, ഞാൻ വലിയ കടബാധ്യതകളിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ഗൾഫിൽ നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അത് തകർന്ന് തരിപ്പണമായി. വലിയ കടബാധ്യതകളിൽ അകപ്പെട്ടു പോയി. ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ജീവിച്ചിട്ട് ഇനി കാര്യമില്ല, കാരണം എല്ലാ പണവും നഷ്ടപ്പെട്ടു, ഇനി ഒരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയോടൊക്കെ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലാതെ ഒരു ദുഃഖത്തിൽ ഭാരപ്പെട്ടിരുന്ന സമയത്ത് ഏതോ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. നല്ല പ്രഭാഷണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇങ്ങനെ ചാനലുകളൊക്കെ, ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളൊക്കെ ഒന്ന് ഓണാക്കി നോക്ക്, കുറേ സമയം ദൈവവചനം കേൾക്കുക, അല്ലെ ദൈവവചനം വായിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം പുള്ളിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാൽ പോലും പുള്ളി പെട്ടെന്ന് ആ നാളുകളിൽ ഇങ്ങനെ ഷാലോമിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഓൺ ചെയ്തപ്പോഴത്തേനും എങ്ങനെയോ ഞാൻ അന്ന് അവിടെ പറഞ്ഞ ആ ഒരു നൈറ്റ് വിജിലിൻ്റെ ഒരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകതയല്ല. അദ്ദേഹം അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് സ്വാധീനിച്ച ഒരു അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ പറഞ്ഞു വന്ന കൂടെ പറഞ്ഞു, വലിയ സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട് മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ സ്റ്റോറി നിങ്ങളോടും പറയാം. ഒരിക്കൽ ബുദ്ധനും ആനന്ദനും പുഴ കടന്നുപോയി. പുഴ കടന്ന് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, പുഴയിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരൂ. കേട്ട പാതി കേൾക്കാത്ത പാതി. ആനന്ദൻ, ശ്രേഷ്ഠനായ ശിഷ്യൻ, ബുദ്ധഗുരുവിന്റെ വാക്കുപാലിക്കാൻ വേണ്ടി പുഴയോരത്തേക്ക് ഓടുന്നു. അവിടെ ചെന്നപ്പോഴതാ പുഴ കലങ്ങിക്കിടക്കുന്നു. അദ്ദേഹം നിരാശനായിട്ട് വെള്ളമെടുക്കാതെ തിരിച്ചു വന്നു. ഗുരുവിനോട് പറഞ്ഞു, ഗുരു, പുഴ കലങ്ങിക്കിടക്കുകയാണ്, ശുദ്ധജലമില്ല, കുടിവെള്ളമില്ല. അദ്ദേഹം, ജ്ഞാനിയായ ബുദ്ധൻ ആനന്ദന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഇരുന്നിട്ട് പറഞ്ഞു, ആനന്ദ, ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? ആനന്ദനും ജ്ഞാനിയാണ്. അദ്ദേഹം ആ സത്യം തിരിച്ചു പറഞ്ഞു. വീണ്ടും അദ്ദേഹം അതേ പാത്രവുമായിട്ട് പുഴയോരത്തേക്ക് ചെന്നപ്പോഴും പുഴ കലങ്ങി തന്നെ കിടക്കുന്നു. പക്ഷെ ഇക്കുറി ആനന്ദന്റെ മനസ്സ് പുഴ പോലെ കലങ്ങിയില്ല. അയാൾ ആ പുഴയോരത്ത് പ്രാർത്ഥനാ നിമഗ്നനായി കാത്തിരുന്നു. ധ്യാനത്തിന്റെ ഏതോ ഒരു ഇടവേളയിൽ കണ്ണു തുറന്നപ്പോഴതാ പുഴയിൽ വെട്ടിത്തിളങ്ങുന്ന സ്ഫടികജലം. ഏതോ ഒരു ജലയാനം വന്ന് പുഴയെ കലക്കി കളഞ്ഞതാണ് കുറച്ചു മുമ്പ്. പിന്നീട് അദ്ദേഹം കാണുന്നത്, കുറെ സമയം ആ ധ്യാനത്തിൽ നിന്നും അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ വെട്ടിത്തിളങ്ങുന്ന സ്ഫടികജലം പുഴയിൽ കോരിയെടുത്തുകൊണ്ട് ബുദ്ധഗുരുവിന്റെ പക്കലേക്കെന്ന്. ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലും ഇതുപോലെ കലങ്ങിക്കിടക്കുന്ന പുഴകളുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പുഴക്കലക്കങ്ങൾ ഒരിക്കലും തെളിയാതിരിക്കില്ല. കാരണം അവിടുന്ന് നിന്റെ മേൽ അവിടുത്തെ കരം നീട്ടിയിട്ടുണ്ട്. കടന്നു പോകുമെല്ലാം, എല്ലാം ഒരു പെസഹായാണെന്ന കാര്യം മറക്കരുത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ പെസഹ അനുഭവങ്ങളാണ് മുഴുവൻ. കടന്നു പോകാത്തതായിട്ട് ഒന്നുമില്ല. ദുഃഖങ്ങളെല്ലാം കടന്നു പോകും, സങ്കടങ്ങളുടെ പെരുമഴ പെയ്തു തോരും, സന്തോഷവും കടന്നു പോകും. അതുകൊണ്ട് കടന്നു പോകാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എല്ലാ കലക്കങ്ങളും കലങ്ങി തെളിയുമെന്നുള്ളത് ഒരു ചരിത്ര സത്യമാണത്. ലോകം നമ്മെ പഠിപ്പിക്കുന്ന അനുദിന വ്യാപാരത്തിന്റെ ഒരു ചിന്തയാണത്. അതുകൊണ്ട് കടന്നു പോകുമെല്ലാം.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വചനം ഉദ്ധരിച്ചു. മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു. സഹോദര, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിലെ പുഴക്കലക്കങ്ങളും തീരും. കാത്തിരിക്കൂ പ്രാർത്ഥനാപൂർവം. അത് അയാളുടെ മനസ്സിലേക്ക് അതിശക്തമായ ഒരു ചിന്തയായി മാറി. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത് എന്ന് അന്ന് അച്ഛൻ ചോദിച്ചില്ലേ, അതെന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തി. എല്ലാം പിന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥനാപൂർവം. മാസങ്ങൾ കഴിഞ്ഞു, കുറേയേറെ കടന്നുപോയി. പക്ഷേ പിന്നീട് ഒരു നല്ല കാലത്തിൽ എല്ലാം തിരിച്ചു വന്നെനിക്ക്. ഞാൻ അറിയാത്ത ഒത്തിരി സാധ്യതകൾ എൻ്റെ മുമ്പിലേക്ക് തുറക്കപ്പെട്ടു. ആരൊക്കെയോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഗൾഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അനുഭവം പങ്കുവെച്ച് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയുന്ന ദൈവവചനത്തിൻ്റെ ഭാഗം എവിടെങ്കിലുമൊക്കെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ സ്പർശനം നൽകുന്നതായി മാറും. അതുകൊണ്ട് എനിക്കിവിടെയും പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ പുഴക്കലക്കങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ആ ദുഃഖങ്ങളുടെ വഴിയിലാണ് നമ്മളെങ്കിൽ കടന്നുപോകും, തെളിഞ്ഞു വരും. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നത് മറക്കരുത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈ സങ്കടങ്ങളുടെ കലക്കങ്ങളുമായിട്ട് വിശ്വാസത്തിൽ ഭ്രംശം സംഭവിച്ചവരായി കിഴക്കുന്നും മാറി പടിഞ്ഞാറേക്ക് ദുഃഖിച്ച് നിരാശരായി കടന്നു പോകുന്ന ഈ ശിഷ്യന്മാരിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോഴുണ്ടാകുന്ന മാറ്റം, ഒരു സഹയാത്രികനായിട്ട് കർത്താവ് കൂടെ കൂടുന്നു. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണല്ലോ. സഹയാത്രികനായി നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിക്കുന്നത്, എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ന ചോദ്യം. അവർ പറഞ്ഞു, ഇതൊന്നും അറിയാത്ത മരമണ്ടനാണോ നീ, എന്തൊരു അപരിചിതനാ നീ, ഇവിടെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു വലിയ കാര്യം സംഭവിച്ചല്ലോ. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഇവനാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് വിചാരിച്ച് കാത്തിരുന്നെങ്കിലും ഇതാ അവസാനം കുരിശുമരണത്തിൽ തീർന്നില്ലേ, എല്ലാം പെടുമരണത്തിൽ പിടഞ്ഞു മരിച്ചില്ലേ, ബാക്കി എന്നാ ഉണ്ടിനി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിഡ്ഢികളാണ്. നിയമഗ്രന്ഥവും പ്രവാചകന്മാരും മിശിഹായെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ വചനത്തെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ? മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിച്ചപ്പം അവരുടെ ഹൃദയത്തിൽ ഒരു അഗ്നി ജ്വലിച്ചു. അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു, ജ്വാല. അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും, ജ്വലിക്കണം. കർത്താവിന്റെ സ്വരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടാവും. കാരണം അവിടുന്ന് തന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരുന്നില്ല, അവർക്ക് കാഴ്ച അപ്പോഴും തെളിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മൂടപ്പെട്ടിരുന്നു അവരുടെ മനസ്സും ഹൃദയവുമെല്ലാം, അന്ധമായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ സുന്ദരമായ ഒരു അപ്പസ്തോലിക പ്രബോധനമുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടേത്. മാനേ നൊബീസ്കും ഡോമിനെ, ലോർഡ് സ്റ്റേ വിത്ത് us. കർത്താവെ കൂടെ വസിച്ചാലും. സുന്ദരമായി പരിശുദ്ധ കുർബാനയെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സുന്ദരമായ ഒരു അപ്പസ്തോലിക പ്രബോധനമാണത്. കർത്താവെ കൂടെ വസിച്ചാലും, നാഥ കൂടെ വസിച്ചാലും. അതൊരു ആഹ്വാനമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വാക്കുകളാണത്. എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവര് ഈ സഹയാത്രികനെ പരിചയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. ആ സഹയാത്രികൻ മുൻപോട്ട് നടന്നു നീങ്ങുകയാണെന്ന് ഭാവിക്കുമ്പോൾ ഈ സഹയാത്രികൻ മുൻപോട്ട് നടന്നു പോവുകയാണെന്ന് ഭാവിക്കുമ്പോൾ അവര് കർത്താവിനെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. കർത്താവെ കൂടെ വസിച്ചാലും. കർത്താവ് അവരുടെ കൂടെ ആതിഥേയനായിട്ട് കൂടുകയാണ്. അതിഥി ആയി വന്നവൻ ആതിഥേയനായിട്ട് കൂടുകയാണ്. മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്കൊന്ന് വിളിക്കാൻ പറ്റണം. വെളിച്ചം തെളിയണമെങ്കിൽ, കാഴ്ച വീണ്ടും കിട്ടണമെങ്കിൽ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് നാഥ കൂടെ വസിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ നമുക്ക് പറ്റണം. ഈ 2-3 ദിവസങ്ങളിൽ ഗ്രാൻഡ് കോൺഫറൻസ് കട്ടപ്പന സോണിൻ്റെ ഇവിടെ നടക്കുമ്പോൾ ജ്വാല എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നത് അനുഭവപ്പെടണം എങ്കിൽ, എൻ്റെ കണ്ണുകൾക്ക് ആന്തരിക കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവെ എന്നോടൊപ്പം വസിക്കണമേ എന്ന് ഒന്ന് ഹൃദയം തുറന്ന് പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മെ ചേർത്ത് പിടിക്കും. നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങൾ അവിടെ നിന്നും തിരോഭവിക്കും.
ജീവിതത്തിന്റെ കാർമേഘങ്ങൾ അകന്നു പോകും. അവിടെ പുതിയ ഒരു വഴിതെളിയും, പുതിയൊരു വെളിച്ചമുണ്ടാകും. ആ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നടക്കേണ്ടത്. ആ വെളിച്ചത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ആ വെളിച്ചത്തിലുമാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. പലതും നമുക്ക് ഉത്തരമില്ലാത്തത് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. കാണാൻ പറ്റുന്നില്ല പലതും. എന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. വിശ്വാസം കാഴ്ചയാണെന്ന സത്യം മാർപ്പാപ്പായുടെ ആ ലുമൻ ഫീദയെ ആവർത്തിച്ച് പറയുമ്പോൾ അതിന് 18ാമത്തെ നമ്പറിൽ സുന്ദരമായ ഒരു ചിന്തയും കൂടി ഉണ്ട് കേട്ടോ. എന്താണത്? വിശ്വസിക്കുക എന്നാൽ കർത്താവിനെ ഉറ്റുനോക്കുക എന്ന് മാത്രമല്ല, മറിച്ച് കർത്താവ് കാണുന്ന കണ്ണിലൂടെ ചുറ്റുപാടുമുള്ളവരെ നോക്കിക്കാണുക എന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. മനോഹരമായ ഒരു ചിന്തയല്ലേ അത്? വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ഉറ്റുനോക്കുക മാത്രമല്ല, മറിച്ച് കർത്താവിന്റെ കാഴ്ചപ്പാടിലൂടെ, കണ്ണുകളിലൂടെ പരിസരങ്ങളെ, ചുറ്റുപാടുമുള്ളവരെ നോക്കിക്കാണുക എന്ന് കൂടിയാണ് അർത്ഥം. അപ്പൊ കർത്താവിന്റെ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥ വെളിച്ചം എന്ന് പറയുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ദൈവത്തെയും മനുഷ്യനെയും കാണുക, അതാണ്. ഇനി എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് എപ്പോഴാണ് ഈ കാഴ്ച കിട്ടുന്നത്? അവർക്ക് കാഴ്ച കിട്ടുന്നത് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. ഉദ്ധിതനായ ഈശോ മിശിഹ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സംഭവമാണത്. അതിന് 2ാം ഭാഗം നമ്മുടെ കുർബാനയിലെ വചന ശുശ്രൂഷയും അനാഫറയുമാണിത് കേട്ടോ. നമ്മുടെ പരിശുദ്ധ കുർബാന, മനോഹരമായ നമ്മുടെ പരിശുദ്ധ കുർബാന, ഈ പരിശുദ്ധ കുർബാനയിലെ 2ആയിട്ട് അതിനെ തിരിച്ചാൽ, അതിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ 2ആയിട്ട് മാറ്റിയാൽ, 1ാം ഭാഗം അതിന്റെ വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. നമ്മുടെ ജനാഭിമുഖമായിട്ട് ഇപ്പൊ ചെല്ലുന്ന ഭാഗം വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. അൾത്താരാഭിമുഖമായിട്ട് ചെല്ലുന്ന അനാഫറ, കൂദാശാ ഭാഗം. ഇത് ചുമ്മാ വെറുതെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അങ്ങനെ കൂട്ടിച്ചേർത്താന്ന് കരുതുവൊന്നും വേണ്ട. അത് മീനിങ് ഫുള്ളായിട്ട് തന്നെ ചെയ്തതാണ്. 1ാം ഭാഗം അൾത്താരാഭിമുഖമായിട്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചെല്ലേണ്ടതെങ്കിലും അത് തൽക്കാലം ജനാഭിമുഖമായിട്ട് ചെല്ലിയാൽ പോലും അതിൻ്റെ അർത്ഥമുണ്ട്. കാരണം അത് വചന ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂദാശാ ഭാഗം അല്ലെങ്കിൽ അനാഫറ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടക സമൂഹത്തെ നയിക്കുന്ന പുരോഹിതന്റെ കാർമ്മികത്വത്തിൽ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ബലിയർപ്പിക്കുകയാണ്. എല്ലാവരും ഒരേ ദിശയിലേക്ക് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവം. പടിഞ്ഞാറോട്ട് അവർ പോയത് എമ്മാവൂസിലേക്ക്, കിഴക്കോട്ട് നടക്കുക. പിന്നെ കിഴക്ക് ജെറൂസലേം, അങ്ങോട്ട് നടക്കുക. അതുകൊണ്ട് കിഴക്കിന് പോലും ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ എന്ന കാര്യം വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല, വെറും പാരമ്പര്യങ്ങളുടെ ശാഠ്യമൊന്നുമല്ല. തെറ്റുധാരണകൾ പലപ്പോഴും ആളുകൾ പരത്തും. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഇതിനൊക്കെ ഒരു വിശുദ്ധമായ പൈതൃകമുണ്ട്. സുവിശേഷാധിഷ്ഠിതമായിട്ട് വചനാധിഷ്ഠിതമായ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ അവർ കർത്താവിനോടൊപ്പമായിരുന്നു കൊണ്ട് അപ്പം മുറിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോഴവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർക്ക് വെളിച്ചം കിട്ടി. മടുത്തു, ക്ഷീണിച്ചു, വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയവരുതാ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, അത് പ്രധാനപ്പെട്ടതാണ്. അതൊരു മടക്കയാത്രയാണ്. വെളിച്ചത്തിന്റെ ദുരിതത്തിലേക്കുള്ള യാത്ര, വെളിച്ചത്തിന്റെ നാട്ടിലേക്കുള്ള യാത്ര, വെളിച്ചത്തിന്റെ അനുഭവമായിട്ടുള്ള യാത്ര പരിശുദ്ധ കുർബാനയിലാണ്. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ. കാരണം പരമപരിശുദ്ധനായവനെ, വെളിച്ചം തന്നെ ആയവനെ എൻ്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന വലിയ ഒരു അനുഭവമാണ്. അവിടെ എൻ്റെ ജീവിതത്തിന്റെ അന്ധകാര പടലങ്ങൾ അകന്നുപോകും. അടഞ്ഞുപോയ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടും. കണ്ണിലെ തിമിര പടലങ്ങൾ അടന്നു വീഴും. അവിടെ എൻ്റെ ജീവിതത്തിലെ ഇരുള് പരന്ന സാഹചര്യങ്ങൾ, വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങൾ ഒക്കെ മാറിയിട്ട് അവിടെ ഒരു പ്രകാശം തെളിയും. തിരിച്ചു ഞാൻ നടക്കുകയാണ്. തിരിച്ചു നടക്കുന്നത് എങ്ങോട്ടാണെന്ന് കൂടി ചിന്തിക്കണം. എമ്മാവൂസ് ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞങ്ങൾക്ക് വലിയ ദൈവാനുഭവം ഉണ്ടായി. അപ്പസ്തോലന്മാരൊക്കെ അവിടെ എങ്ങാണ്ട് കിടക്കുന്നു. ഞങ്ങളെക്കാണ് കർത്താവിനെ കണ്ടുപിട്ടാൻ പറ്റുന്നത്. ഞങ്ങൾ ഈ പ്രസംഗിക്കാൻ പോവുക എന്നും പറഞ്ഞ് അവിടുന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോവായിരുന്നു. പക്ഷെ അവരങ്ങനെ പോയില്ല. നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഒരു തിരിച്ചറിവിൻ്റെ സമയം കൂടിയാണ്. ഈ എമ്മാവൂസ് യാത്രയിലെ അവരുടെ മനോഭാവം, എനിക്ക് കർത്താവിനെ കിട്ടി, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളും കൂടി കരിസ്മാറ്റിക് ആഭിമുഖ്യം ഉണ്ടെങ്കിലും കേട്ടു. നമുക്കങ്ങനെ ഒരു സെൽഫ് ക്രിറ്റിസിസം എപ്പോഴും വേണ്ടതുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് സ്വയം വിലയിരുത്തുക, അതാ ഉദ്ദേശിക്കുന്നുള്ളൂ.
ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഈ മറ്റവർക്കൊന്നും ഒരു ബോധമില്ല. നമ്മൾ കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരുണ്ട്, ഞങ്ങൾക്ക് ദൈവാനുഭവം, ഇടവക കുടുംബ കൂട്ടായ്മ, വിവരം കെട്ടവന്മാർ, പ്രാർത്ഥിക്കാൻ അറിയാം അവർക്കൊക്കെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് പ്രാർത്ഥനയാണ്, അല്ലാതെ വേറെ പ്രാർത്ഥനയൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞൊരു അഹങ്കാരം ചിലപ്പോൾ നമുക്കുണ്ടാകാം. അപകടമാണ്. അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തള്ളി പറയും ചിലപ്പോൾ നമ്മൾ. അവർക്കൊരു ആധ്യാത്മികതയൊന്നുമില്ല. വികാരിച്ചിന് പോലും ഒരു അഭിഷേകമില്ലാത്ത വികാരിച്ചൻ. ഇപ്പോഴത്തെ വികാരിച്ചന് എന്നാ അഭിഷേകമാണെന്നറിയാവോ? പഴയ വികാരിച്ചന് യാതൊരു അഭിഷേകവും ഇല്ല. എല്ലാ പുരോഹിതരും നമ്മളെല്ലാം മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ്. എല്ലാ പുരോഹിതരും പൗരോഹിത്യത്തിലൂടെ സവിശേഷമായ വിധം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ്. പിന്നെ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ ഉൾപ്പെടാത്തവരോ ആ ആഭിമുഖ്യത്തിന് കുറഞ്ഞവരുമായ വികാരിച്ചന്മാരും അച്ഛന്മാരും സന്യസ്തരും അൽമായരും ഒക്കെ കണ്ടേക്കും. അവരെ ഒന്നും നമ്മളായിട്ട് അഭിഷേകമില്ലാത്തവരാന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വഴികൾ നമുക്കറിഞ്ഞുകൂടാ. കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ്, സഭയാണെന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കരിസ്മാറ്റിക് മൂവ്മെന്റിൽ അംഗത്വം അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കാത്തവർക്ക് കൃപയില്ല, അഭിഷേകമില്ല എന്നൊന്നും നമ്മൾ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മൾ ഒറ്റ സഭയാണ്, ഒരു കൂട്ടായ്മയാണ്. നമ്മൾ തന്നിഷ്ടം പോലെ പ്രസംഗിക്കാനുള്ളവരല്ല. സഭയുടെ മനസ്സറിഞ്ഞ് സഭയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് വേണം വചനം വ്യാഖ്യാനിക്കാനായിട്ട്. സഭ പഠിപ്പിക്കുന്നത് വേണം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. തന്നിഷ്ടം പോലെ എന്തും ചെയ്യാനുള്ളതല്ല. അത് പരിശുദ്ധ കുർബാനയാണെങ്കിലും വചനപ്രഘോഷണമാണെങ്കിലും എവിടെയാണെങ്കിലും. നമ്മുടെ സമകാലിക പരിസരങ്ങളിലെ സങ്കടങ്ങൾ നമുക്കെല്ലാം അറിവുള്ളതാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാന സഭ ആഗ്രഹിക്കുന്നത് പോലെ അർപ്പിക്കുവാൻ മനസ്സില്ലാതെ ശാഠ്യം പിടിക്കുന്ന അനുസരണക്കേടിന്റെ സങ്കടകരമായ സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സഭയുടെ സ്വത്താണ് പരിശുദ്ധ കുർബാന. സഭയുടെ സമ്പത്താണ് ദൈവത്തിന്റെ വചനം ദൈവം കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സഭയോട് ചേർന്നുകൊണ്ട്, സഭയുടെ ശുശ്രൂഷ നേതൃത്വത്തോട് ചേർന്നുകൊണ്ട് വേണ്ട വിധം അനുഷ്ഠിക്കുവാനും പ്രഘോഷിക്കുവാനും ഉള്ളതാണ്. എന്റെ സ്വകാര്യ സ്വത്തല്ല. തന്നിഷ്ടം പോലെ പറയാനും പങ്കുവയ്ക്കാനും ആഘോഷിക്കുവാനും ഒന്നും ഉള്ളതല്ല പരിശുദ്ധ കുർബാനയും ദൈവത്തിന്റെ വചനവും എന്ന കാര്യം നമ്മൾ മറക്കരുത്. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരിതാ ജെറൂസലേമിലേക്ക് പോകുന്നു. ജെറൂസലേമിൽ ആരുണ്ട്? സ്ലീഹന്മാരുണ്ട്. അവിടെ പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും അവിടെയുണ്ട്. അപ്പസ്തോലന്മാരുടെ പക്കലേക്ക് അവർ പോകുന്നത് വിനീതരായിട്ട്. ഞങ്ങൾക്ക് കർത്താവിനെ ഉദ്ധിതനെ കാണാനുള്ള ഭാഗ്യം കിട്ടി, അവര് പോയി പണി നോക്കട്ടെ, ഞങ്ങൾക്ക് തന്നിഷ്ടം പോലെ പ്രസംഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ എമ്മാവൂസിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ ഒന്നുമല്ല പോയത്. അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്കാണ് അവർ നടന്നത്. അവിടെ ചെന്നപ്പോൾ അവരെന്താ കണ്ടത്? അപ്പസ്തോലന്മാർക്കും കർത്താവിനെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി. ഉദ്ധിതനായ മെശിഹ അവർക്ക് പ്രത്യക്ഷം നൽകി. ആ അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് അവരും യാത്ര ചെയ്തു. അതാണ് സഭ. അതാണ് സഭ. എന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യുന്നതല്ല സഭയുടെ മനസ്സ്. സഭയുടെ നൂറ്റാണ്ടുകളുടെ പൈതൃകം അതാണ്. 2000 വർഷം പിന്നിട്ട് ഈ സഭ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ അത് ശക്തമായ സാന്നിധ്യമായിട്ട് ലോകത്തിന്റെ പ്രകാശമായി ഈ ഭൂമിയിൽ നിന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് അപ്പസ്തോലികമായ അടിത്തറയിൽ സ്ഥാപിതമാണ്. സഭയുടെ 4 ലക്ഷണങ്ങൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കൊച്ചു ക്ലാസ്സിൽ തന്നെ, വേദപാഠ ക്ലാസ്സിൽ. സഭ ഏകമാണ്, പരിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ്. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളാ നമ്മള്. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ ആ സഭ, അതിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് വ്യക്തിഗത സഭകളിലൂടെ തന്നെയാണ്. കത്തോലിക്ക സഭയിൽ വ്യക്തിഗത സഭകളുണ്ട് 24. ആ വ്യക്തിഗത സഭകളിലൂടെയാണ് കർത്താവ് അതിന്റെ ആ ശുശ്രൂഷകൾ ഏറ്റവും അർത്ഥവത്തായി അനുഗ്രഹപ്രദമായ വിധം നിർവഹിക്കുന്നത്. 3 റീത്തുകൾ, 3 വ്യക്തിഗത സഭകളിൽപ്പെട്ടവര് ഇവിടെ ഈ കട്ടപ്പന സോണില് ഈ വചനം ശ്രവിക്കുവാൻ ഇവിടെ ഗ്രാൻഡ് കോൺഫറൻസിലുണ്ട്. 3 വ്യക്തിഗത സഭകൾക്കും അതിന്റെ പൈതൃകങ്ങളുണ്ട്, പവിത്രമായ പാരമ്പര്യങ്ങളുണ്ട്. അതൊക്കെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുക, നമ്മുടെ വ്യക്തിഗത സഭയെ സ്നേഹിക്കുക, ആഗോള കത്തോലിക്ക സഭ എന്ന കർത്താവിന്റെ ശരീരത്തെ സ്നേഹിക്കുക. ആ സഭയോട് ചേർന്നുകൊണ്ട്, അതിന്റെ ശുശ്രൂഷ നേതൃത്വത്തോട് ചേർന്നുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. സഭാപിതാവായ സിപ്രിയന്റെ വാക്കുകൾ ഓർക്കൂ, മനോഹരമാണത്. സിപ്രിയൻ എന്ന സഭാപിതാവ് 4-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന സഭാപിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരാൾ സഭയെ അമ്മയായി കാണുന്നില്ലെങ്കിൽ
അയാൾക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശമില്ല. സഭയെ അമ്മയായി കാണുന്നവർക്കാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശമുള്ളത് എന്ന കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയും. വിശുദ്ധ ആഗസ്തീനോസിന്റെ വാക്കുകളും ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത് പലയിടത്തും. വിശുദ്ധ ആഗസ്തീനോസും ഇത് വലിയൊരു സഭാപിതാവും പണ്ഡിതനുമാണ്. അദ്ദേഹം പറയും, ഒരാൾ എത്രമാത്രം കർത്താവിന്റെ സഭയെ സ്നേഹിക്കുന്നുവോ അത്രയേറെ അയാൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. കാരണം സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഔദ്യോഗികമായി നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ആർക്കും ലഭിക്കാം. പക്ഷെ ഔദ്യോഗികമായിട്ട് സഭയിലൂടെയാണ്, കർത്താവിന്റെ തുടർച്ചയായ സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സഭയോട് ചേർന്നുകൊണ്ട്, സഭയുടെ മനസ്സറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും അനുഭവിക്കാനും പങ്കുവയ്ക്കാനും, അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറാനുമുള്ള വിളിയാണ് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച നമ്മൾ എല്ലാവരും സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാ. All baptized are sent to proclaim the word of God. എല്ലാവരും മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും, വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും അയക്കപ്പെട്ടവരാണ്. സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടവരാണ്. ആ വലിയ ദൗത്യം നമുക്ക് ഓർക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. സഭ നമ്മുടെ അമ്മയാണ്, നമ്മുടെ തറവാടാണ്, ഈശോയുടെ ശരീരമാണ്, അവിടുത്തെ തുടർച്ചയാണ് എന്ന കാര്യം ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ല. പലപ്പോഴും സഭയെ മാറ്റിക്കൊണ്ട് കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു തെറ്റായ സമീപനം ഇന്നൊക്കെ ഉണ്ട്. കർത്താവ് കൊള്ളാം, കർത്താവിനെ തള്ളി പറയാൻ അങ്ങനെ പറ്റുക എല്ലാവർക്കും. നിരീശ്വരവാദികളോ ദൈവനിഷേധികളോ ഒക്കെ മാത്രമേ തള്ളി പറയുള്ളൂ. അപ്പൊ കർത്താവ് കൊള്ളാം, പക്ഷെ സഭ കൊള്ളുകയില്ല എന്ന് പറയും. കർത്താവ് തന്റെ ശരീരം, തന്റെ രക്തം അവസാനത്തുള്ളി വരെ വിലയായി കൊടുത്ത് കറയോ ചുളിവോ കളങ്കമോ ഇല്ലാത്തവളായി നേടിയെടുത്തവളാണ് സഭയെന്ന് പൗലോസ്ലീഹ പറയും എഫെസോസ് ലേഖനത്തിലൊക്കെ. തന്റെ പ്രിയ മണവാട്ടിയെ കറയോ ചുളിവോ കളങ്കമോ ഇല്ലാത്തവളായി നേടിയെടുക്കാൻ വേണ്ടി തന്റെ രക്തം ചിന്തിവനാണ് അവിടുന്ന്. ആ സഭ പരിശുദ്ധമാണ്. അതിലെ മനുഷ്യർക്ക് തെറ്റുകളും കുറവുകളും പോരായ്മകളും ഉണ്ടാകാം, എനിക്ക് തെറ്റുകൾ ഉണ്ടാകാം, ഞാൻ വഴിതെറ്റി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് വന്നേക്കാം. പക്ഷെ അവിടെയും കർത്താവിന്റെ സഭ അതിന്റെ ആന്തരിക സൗന്ദര്യത്തിൽ പരിശുദ്ധയാണ്. ആ സഭയുടെ മകനാണ്, മകളാണ് ഞാനെന്ന അഭിമാന ബോധം നമുക്ക് വേണം. കർത്താവിന്റെ സഭ പരിശുദ്ധിയാണെന്ന കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സഭയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷ നേതൃത്വത്തെ സ്നേഹിക്കണം, സഭയുടെ പ്രബോധനങ്ങളെ സ്നേഹിക്കണം, സഭയുടെ കൂദാശകളെ സ്നേഹിക്കണം, സഭയൊരുക്കുന്ന കൂട്ടായ്മയെ സ്നേഹിക്കണം, സഭയുടെ ശുശ്രൂഷകളെ സ്നേഹിക്കണം. വെറും ഒരു ഉട്ടോപ്യനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല സഭാസ്നേഹം എന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥമാക്കുന്നത്, സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ ഒരു ആകാശത്തുള്ളൊരു കാര്യമല്ല. വളരെ കോൺക്രീറ്റ് ആയിട്ട് സഭയുടെ ശുശ്രൂഷ, അതിൻ്റെ അപ്പസ്തോലിക കൂട്ടായ്മ, പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ഒക്കെയുള്ള അൽമായരൊക്കെയുള്ള ആ അപ്പസ്തോലിക കൂട്ടായ്മയും സഭയുടെ ശുശ്രൂഷ നേതൃത്വവും, ആ ശുശ്രൂഷ നേതൃത്വത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ആദിമസഭയിൽ അങ്ങനെയായിരുന്നു. അവിടുന്ന് അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും രോഗശാന്തി നൽകാൻ വരമുള്ളവരെയും പ്രബോധകരെയും എല്ലാം നിയമിച്ചു സഭയിലെന്ന് നമ്മൾ പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പഠിക്കും. എല്ലാവരും സഭയിൽ അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പസ്തോലന്മാരിൽ അധിഷ്ഠിതമായ സഭയുടെ ശുശ്രൂഷ നേതൃത്വത്തെ നമ്മൾ സ്നേഹിക്കണം. സഭയുടെ പരിശുദ്ധ കുർബാനയും കൂദാശകളെയും നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കണം, അനുഭവിക്കണം. സഭയിലൂടെ നൽകപ്പെടുന്ന പ്രബോധനങ്ങളെ നമ്മൾ ബോധപൂർവം സ്വീകരിക്കണം, സ്നേഹിക്കണം, അത് അനുസരിക്കണം. സഭയുടെ ശുശ്രൂഷകളെ നമ്മൾ സ്നേഹിക്കണം, അതിനോട് ചേർന്ന് നിൽക്കണം. ഒരു ഇടവകയിലേക്ക് തിരിയണം. ഇടവകയുമായി ബന്ധപ്പെട്ടാണ് സഭയെ സ്നേഹിക്കേണ്ടത്. ഒരു ഇടവകയിലാണെങ്കിൽ ഇടവകയിൽ സംവിധാനങ്ങളുണ്ട്, സഭയ്ക്കൊരു സ്ട്രക്ചറുണ്ട്. കാലഘട്ടത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സ്ട്രക്ചറുണ്ട്. അവിടെ ഇടവക സമൂഹത്തെ നയിക്കാൻ വേണ്ടി രൂപതാധ്യക്ഷനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടെ ആയിരിക്കുന്ന ഒരു വികാരിയച്ഛനുണ്ട്, അല്ലെ വൈദികരുണ്ട്. ആ വൈദികനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. എല്ലാം തികഞ്ഞ ആളൊന്നുമല്ല അച്ഛൻ, പക്ഷെ ചേർന്ന് നിൽക്കാൻ പറ്റണം. കുറവുകളുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാൻ പറ്റണം. അങ്ങനെയുള്ള ബന്ധം നമുക്കുണ്ടാവണം. തന്നിഷ്ടം പോലെയല്ല. ആ ഇടവകയ്ക്ക് ഒരു സംവിധാനമുണ്ട്. അവിടെ പൊതുയോഗമുണ്ട്, പാരിഷ് കൗൺസിലുണ്ട്, സംഘടനകളുണ്ട്, വിവിധ സംഘടനകളുണ്ട്, കുടുംബ കൂട്ടായ്മകളുണ്ട്. അതിനകത്തെല്ലാം സജീവമായിട്ട് പങ്കെടുക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് സഭയ്ക്ക്, അതിൽ സജീവമായിട്ട് പങ്കെടുക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ സഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊക്കെയാണ്. സഭയുടെ പ്രബോധനങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം.
അങ്ങനെ സഭയെ സ്നേഹിക്കുന്ന മക്കളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. കൂടുതൽ നിങ്ങൾ അങ്ങനെയാണ് അല്ലെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതല്ല. കൂടുതൽ നമ്മൾ കരിസ്മാറ്റിക് മൂവ്മെന്റിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വന്നവർ നല്ല തീഷ്ണതയുള്ളവരാണ്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ സഭാസ്നേഹത്തോടു കൂടി സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു തേജസ്സായിട്ട് ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കാൻ പറ്റണം. ഇടവകയിലെ മാതൃസംഘടന, മാതൃവേദി, പിതൃവേദി, സൺഡേ സ്കൂൾ അധ്യാപകരായിട്ട് ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ പ്രവർത്തിക്കണം, സാധിക്കുന്ന പോലെ എല്ലാം. അങ്ങനെ സഭയോട് ചേർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഭയോടുള്ള ഈ ബന്ധം, സ്നേഹമെന്ന് പറയുന്നതിന് നമ്മൾ ധീരമായ സാക്ഷ്യം നൽകുക കൂടി ചെയ്യണം. സഭ ഇന്ന് അകാരണമായിട്ട് തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. സഭയുടെ പുറത്തുള്ള ശത്രുക്കൾ, അകത്തുപോലുമുള്ളവർ അകാരണമായി തെരുവിലേക്ക് സഭയെ വലിച്ചിഴക്കുന്നുണ്ട്. ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. എന്ത്? പീഡനങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതലേ സഭ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ സഭ പീഡനങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പം വലിയ പീഡനങ്ങളിലൂടെ സഭാ സമൂഹം കടന്നു പോകുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. അവിടെയൊക്കെ ധീരരായ രക്തസാക്ഷികളുടെ നിണം വീണ മണ്ണിൽ നിന്നും കത്തിജ്വലിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു സഭയുണ്ട്. ധീരമായി മുൻപോട്ട് വന്ന ഒരു സഭ. ആ സഭയുടെ മക്കളാണ് നമ്മൾ. എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടെങ്കിലും, എന്തുമാത്രം ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ഏതെല്ലാം തരത്തിൽ വലിയ നഷ്ടങ്ങൾ വന്നാലും, താൽക്കാലികമായ ലാഭങ്ങളില്ലെന്നാകുമ്പോഴും എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് വലിച്ചു കീറപ്പെടുന്നുണ്ട് വിശ്വാസത്തിന്റെ സാരഥികളായ വ്യക്തികൾ. അതിനൊക്കെ അജണ്ടകളുണ്ട് ധാരാളം. അത്തരത്തിൽ ശത്രുക്കൾ പുറത്തുണ്ടാകും. അവരെ ഒന്നും നമ്മൾ വെറുക്കരുത്, അവരെയൊക്കെ സ്നേഹിക്കണം. പക്ഷേ വ്യക്തമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. തെറ്റാണെന്ന് പറയാൻ പറ്റണം. ശക്തമായ രീതിയിൽ എന്തു വന്നു കഴിഞ്ഞാലും വിശ്വാസത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കില്ല, ഒരു തിന്മയോടും കൂട്ടുനിൽക്കില്ല, ഒരു അധാർമികതയോടും സമരസപ്പെടില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ട് തീഷ്ണമായി സഭയുടെ നാവായി മുൻപോട്ട് യാത്ര ചെയ്യാൻ, സഭയുടെ കരുത്തുറ്റ കരങ്ങളായി, കാലുകളായി മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. ആ ഒരു തീർത്ഥാടന അനുഭവമായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കോൺഫറൻസിലൂടെ, ജ്വാല എന്ന ഈ ഗ്രാൻഡ് കോൺഫറൻസിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജ്വലിക്കുന്ന അനുഭവം, അവരുടെ കണ്ണു തുറക്കുന്ന അനുഭവം, വിശ്വാസത്തിന്റെ ആഴമായ കാഴ്ച, സഭയുടെ മടിത്തട്ടിലേക്ക് മടങ്ങുന്ന അവരുടെ ഹൃദയ വികാര വിചാരങ്ങൾ, ബോധ്യങ്ങൾ, സഭയെ അമ്മയായി കണ്ടുകൊണ്ട് അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ ധീര സാക്ഷ്യം നൽകുവാനുള്ള ആ വലിയ ഒരു ഉൾക്കാഴ്ച, ഇതെല്ലാം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ശക്തമായി നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഒന്നിനെ നമ്മൾ ഭയപ്പെടേണ്ട. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പം നോക്കുമ്പോൾ നമ്മുടെ ഭാരതം തന്നെ പ്രതിസന്ധികളുടെ നടുവിലാണ് നിൽക്കുന്നത്, പലതരത്തിലും. ഇതിന്റെ എല്ലാം നടുവില് ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് തിരുമനസ്സായിരിക്കുന്നു എന്ന സത്യം കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ധീരമായിട്ട് മുൻപോട്ട് നടക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരിക്കലും ഇടറിപ്പോവാതെ അവൻ എൻ്റെ കൂടെയുണ്ട്, എന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്, എൻ്റെ സങ്കടങ്ങളുടെ നടുവിലൊക്കെ കർത്താവ് എന്നെ ശക്തിപ്പെടുത്താനുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചം, വിശ്വാസം നമുക്ക് തരും എന്നുള്ള ബോധ്യത്തോടുകൂടി മുൻപോട്ട് നടക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രാൻഡ് കോൺഫറൻസിന്റെ സംഘാടകരായ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനായി എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ വലങ്കൈ ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ, ആദിമ സഭയിൽ നിറഞ്ഞു വസിച്ചതുപോലെ അങ്ങയുടെ വലിയ അഭിഷേകം അങ്ങയുടെ ശരീരമായ സഭയിലൂടെ ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് അങ്ങ് വർഷിക്കണമേ. കർത്താവെ, അങ്ങയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയുടെ സഭയെ സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി എന്നും ശബ്ദിക്കും, ജീവിക്കും.
എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് എന്നും കഴിയട്ടെ. ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ, ഇരുൾ പരക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിസന്ധികളിൽ ഇടറിപ്പോവാതെ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏറ്റവും അടുത്തുണ്ടെന്ന ചിന്തയോടും ബോധ്യത്തോടും കൂടി യാത്ര ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ, കരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാർത്തോമാ ശ്ലീഹായെ, സ്വർഗ്ഗവാസികളെ, വിശുദ്ധരെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഏവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് സഭയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല നേതാക്കന്മാര് ഇലക്ട് ചെയ്യപ്പെടണം. സഭ ശക്തമായിട്ട് എല്ലാവർക്കുമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരമ്മയായി വളരണം. നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.